ഈ ഐഷോ സ്പീഡ് ശരിക്കും ആരാ? ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഫുട്ബോൾ മാത്രമല്ല, കുറേ കാര്യങ്ങൾ ചേർന്നിട്ടാണ്. അതിലൊന്നാണ് പാട്ട്. വേൾഡ് കപ്പ് ആന്തം എപ്പോഴും ആ ഇവൻറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിരിക്കും. റിക്കി മാർട്ടിൻ്റെ കപ്പ് ഓഫ് ലൈഫ്, ഷക്കീരയുടെ വക്ക വക്ക അല്ലെങ്കിൽ ലാലാല, കേനാൻ്റെ വേവിംഗ് ഫ്ലാഗ് എൻ്റെ ഫേവറേറ്റ്. ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിന് പഴയ ഒരു ഹൈപ്പില്ല എന്ന് ആളുകൾ പറയുന്നത് കേട്ടു. അത് ചിലപ്പോൾ ഇത് അമേരിക്കയിൽ നടക്കുന്നുണ്ടായിരിക്കാം. കാരണം USA ട്രഡീഷണലി ഒരു ഫുട്ബോളിംഗ് നേഷൻ അല്ല എന്നൊരു ക്രിറ്റിസിസം ഉണ്ടല്ലോ. ആൻഡ് ഇത് വേൾഡ് കപ്പ് ആന്തമിലും ഏകദേശം റിഫ്ലക്റ്റീവ് ആയിരുന്നു. കാരണം ഫിഫ ഒഫീഷ്യൽ വേൾഡ് കപ്പ് ആന്തം എന്ന് പറഞ്ഞ് പുറത്തു വിട്ടത് ജെല്ലി റോൾ, കെറിൻ ലിയോൺ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ചെയ്ത ലൈറ്റർ എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. ആൻഡ് അത് ഒരു വേൾഡ് കപ്പ് സോങ് ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് ലിസ, അനീറ്റ, റേമ ഇങ്ങനെ 3 ആർട്ടിസ്റ്റ് ഒരുമിച്ച് ചെയ്ത ഗോൾസ് എന്ന് പറഞ്ഞൊരു പാട്ട് വന്നു. ആൻഡ് ദാറ്റ് വാസ് ഓൾസോ കുഴപ്പമില്ല. പിന്നെ വേറെ വഴിയൊന്നുമില്ല, ഷക്കീരനെ വിളിക്കുക. കാരണം പുള്ളിക്കാരിയാണ് സക്സസ് മേക്കർ ഫിഫയുടെ. വിളിച്ചു, ഡൈഡായി എന്ന് പറഞ്ഞ പാട്ട് ചെയ്തു. സംഹൗ അതും കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ ഐഷോ സ്പീഡ് ഒരു പാട്ട് ഇറക്കി, ചാമ്പ്യൻസ് എന്ന് പറഞ്ഞ്. ഐഷോ സ്പീഡിനെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഇത് ആദ്യമായിട്ടല്ല പുള്ളി വേൾഡ് കപ്പ് എന്ന് പറഞ്ഞൊരു പാട്ട് ഇറക്കുന്നത്. 3 കൊല്ലം മുമ്പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദിസ് ഈസ് സംതിങ് ന്യൂ. ആൻഡ് ഇതിൻ്റെ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വേൾഡ് കപ്പ് ക്യാരി ചെയ്യുന്ന ഒരു ഇമോഷൻ ഉണ്ട്. ബ്രിങ്ങിങ് പീപ്പിൾ ടുഗദർ എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. അതായത് പല റിലീജിയൻ, പല കാസ്റ്റ്, പല കൺട്രീസ് എല്ലാവരും ഒരുമിച്ച് വരുന്നൊരു സെലിബ്രേഷൻ ആണല്ലോ ഈ വേൾഡ് കപ്പ് ഇവൻറ്റ്. അത് കറക്റ്റായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇത് ഐഷോ സ്പീഡ് ചെയ്തത് കൊണ്ട് മാത്രം ഇഷ്ടപ്പെടാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഞാൻ പറഞ്ഞ ഐഡിയ ഇല്ലേ, ബ്രിങ്ങിങ് പീപ്പിൾ ടുഗദർ, അത് തന്നെയാണ് ഐഷോ സ്പീഡിൻ്റെ സ്ട്രീംസിലും. അതായത് നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ചെറിയ ക്ലിപ്സ് അല്ലാണ്ട് പുള്ളിയുടെ സ്ട്രീംസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. പുള്ളി പല കൺട്രിയിൽ പോയിട്ട് ആൾക്കാരോട് ഇടപഴകുന്ന രീതി, പല കമ്മ്യൂണിറ്റീസിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതി, ഹീ നോസ് ലൈക്ക് ആൾക്കാരെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരേണ്ടതെന്ന്. ആൻഡ് വേൾഡ് കപ്പിൻ്റെ ആന്തം ചെയ്യാൻ അതിലും എലിജിബിളായ ഒരു മനുഷ്യനെ എനിക്ക് അറിഞ്ഞുകൂടാ.